എൻ്റെ കൂടെയുള്ളത് റൈറ്റർ ആക്ടർ സജിൻ ചെറുകയിലാണ്. ഗവൺമെന്റ് ജോമോൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു മൂഡിലൊന്ന് ബാക്കപ്പ് ചെയ്യാം. അയാൾ ചങ്ക് തകർന്നിട്ടാണെന്ന് പറയുന്നത്. അന്ന് രാത്രി പേടിച്ച് ഞാൻ കരഞ്ഞ് പെട്ടെന്ന് മുന്നിൽ മമ്മൂക്ക. പുള്ളി കാരവാനി പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹ്മാവാലുകൾ നിൽക്കുന്നു. തലയുടെ അച്ഛൻ്റെ ഫാനായിരുന്നു. കുറച്ച് സ്നേഹം തലയിലേക്കും പോയി എന്ന് പറയണ പോലെ കുറച്ച് സ്നേഹം മഞ്ജു വാര്യർക്കിലേക്കും പോയിരുന്നു ആ സമയത്ത്. ചൈൽഡ്ഹുഡുമായിട്ടുള്ള ഓർമ്മകളാണല്ലോ വിന്റേജ് ലാലേട്ടൻ. ഈ കാതലൻ എന്ത് കൈൻഡ് ഓഫ് ഒരു ജോണർ പരിപാടിയാണ്? കാതലൻ ഒരു ഇന്ത്യൻ സിനിമ തന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ്. ഹായ്, yes27 മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് റൈറ്റർ ആക്ടർ നമ്മുടെ സ്വന്തം സജിൻ ചെറുകയിലാണ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഓണമൊക്കെ അല്ലേ? എന്താ പരിപാടികള്? ഓണം എവിടെ എത്തി? അത് ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എവിടെ എത്തി ഓണം? ഇപ്പൊ നമ്മുടെ പടം ബാഡ് ബോയ്സ് റിലീസാണ്. ഓ, നാളെ release. അത് എന്താണ് അതിലൊക്കെ കഥാപാത്രം? ആക്ച്വലി ഞാൻ വേറൊരു ക്യാരക്ടറായിരുന്നു ആദ്യം ഉമർ എന്നെ വിളിച്ചിരുന്നത്. ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറിനായിരുന്നു. പക്ഷെ അതെനിക്ക് പോകാൻ പറ്റില്ല, വേറൊരു ഡേറ്റ് ക്ലാഷ് കാരണം. അതുകൊണ്ട് അതിലൊരു ചെറിയൊരു ക്യാരക്ടർ, കപ്പിയാരായിട്ട് ഒരു ക്യാരക്ടറാണ്, ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഹരിശ്രേഷവൻ ചേട്ടനും ഞാനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. പുള്ളി അച്ഛനും ഞാൻ കപ്പിയാർ എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ഫണ്ണാണ്. ആ പടം ഫുള്ള് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര കളർഫുൾ ആണ്. ഇത്തവണ അങ്ങനത്തെ നോൺ വെജ് ജോക്സ് ഒന്നും ഇല്ലാത്ത, കുറച്ചും കൂടി ഫാമിലിക്ക് ആയിട്ട് ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കഥയാണ്, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് അത്യാവശ്യം ഹൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഹൈപ്പുണ്ട് സ്വാഭാവികമായിട്ടും. അത് ഇപ്പൊ കുറെ കാലമായി എനിക്ക് തോന്നുന്നു റഹ്മാൻ എന്ന് പറയുന്ന ആക്ടർ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ഒരു അതിന്റെ സ്വാഭാവികമായിട്ടൊരു ഹൈപ്പ് ഉണ്ട്. പിന്നെ വളരെ കളർഫുൾ വലിയ ആർട്ടിസ്റ്റുകൾ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 87ഓളം ആർട്ടിസ്റ്റുകൾ അതില് ഒരു ഗ്യാങ് എന്ന് പറയുന്നത് വലിയ ഗ്യാങ് ആണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു ബ്രോന്റെ ഷൂട്ട് പരിപാടികൾ? ബ്രോന്റെ ഷൂട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു 10-15 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ. ആണല്ലേ? വലിയ സിനിമയായിരുന്നു അത്. ഒരുപാട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. നമുക്ക് ഇപ്പം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത കാലത്തുനിന്ന് ഓണത്തിന് നമ്മുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. ഈ അന്നത്തെ ഈ ഷോർട്ട് ഫിലിം കാലഘട്ടമൊക്കെ ഇപ്പോഴും ചെറിഷ് ചെയ്യാറുണ്ടോ? എന്താണ് ആ ഷോർട്ട് ഫിലിം കാലഘട്ടം? ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നോക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അന്നൊക്കെ. പക്ഷെ അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയണ്ടാവും. അതായത് അന്ന് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഇവിടുന്ന് തൃശ്ശൂരിന്ന് എറണാകുളത്ത് വരുന്ന ഒരു ശനിയാഴ്ച അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ശനി ഞായറും കിട്ടുമ്പോ നമ്മള് വീട്ടുകാരൊക്കെ ഇവനെ എങ്ങോട്ടൊക്കെ പോകുന്നത് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ആയിരുന്നത്. പക്ഷെ അന്ന് നമ്മളൊക്കെ അത് സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് നമുക്കത് സ്ട്രഗിൾ ആയി. ഇപ്പൊ ഞാൻ എന്താണ് നയനറിയാം, ലില്ലിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഇവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. ഇതുപോലെ എന്തോ ആക്ടിങ്. ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി ബൈക്ക് എടുത്തിട്ട് എറണാകുളത്ത് വരുമായിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഇവിടെ എന്റെ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് തിരിച്ചു പോയിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ അന്ന് നമുക്ക് കിക്കാണ്, സന്തോഷമാണ്. അതെ. ഈ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിമില് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നൊരു മൊമെന്റ് ഓർമ്മയുണ്ട്? ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ പാരഡൈസോ ക്ലബ്ബ് ഉണ്ടല്ലോ, അവര് വിലഹരി ഡയറക്ട് ചെയ്ത് കണ്ണാടി കഥ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അപ്പൊ അതിന്റെ ബാക്കിൽ എന്താണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ്. പിന്നെ അതിനെ എനിക്ക് തോന്നുന്നു നായകൻ ഡബ് ചെയ്ത് ഞാനായിരുന്നു. വൈശാഖിനെ ഡബ് ചെയ്ത് ഞാനായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു. അത് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് നമുക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് ഷോർട്ട് ഫിലിമിലേക്ക് എത്താൻ എന്താണ് ആക്ച്വലി ആക്ടർ ആവുക എന്നുള്ളതായിരുന്നു, അതോ സിനിമ എന്ന് പറയുന്ന ഫാക്ടർ തന്നെയായിരുന്നു? സിനിമ സത്യം പറഞ്ഞ ഷോർട്ട് ഫിലിമിലേക്ക് എത്താൻ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് പോലും അല്ലായിരുന്നു, സിനിമയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് പോലും അല്ലായിരുന്നു, സിനിമ സംസാരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തേക്ക് ഒരു CPC-ന്റെ ഒരു ഇത്. അപ്പൊ സാധാരണ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ നമ്മൾ സിനിമ സംസാരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല സിനിമയെ സമീപിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി ഇവന്റെ ഷോട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പുച്ഛായിരിക്കും. CPC വന്നപ്പോ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ വൈബിലുള്ള ആൾക്കാരെ കിട്ടി. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര കിക്കായിരുന്നു. CPC ഒക്കെ പിന്നെ മാറ്റി വെച്ചു നമ്മള്. കാരണം ഇവരൊക്കെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നപ്പോ CPC ഒക്കെ ഇപ്പൊ അതിന്റെ ഒരു അതൊക്കെ ഞാൻ പറയാം. അന്നേ നമ്മള് ഗ്രൂപ്പിൽ കയറി കമന്റ് ഇടുന്നതിനേക്കാളും നമ്മൾ ഫോൺ ചെയ്തും നേരിട്ട് കണ്ടും ഒക്കെ സിനിമയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ഒരു
പരിപാടിയായിരുന്നു. അന്ന് ഈ മറ്റേ വേൾഡ് സിനിമ കാണുന്ന ഫാഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 സിനിമ കൂടുതൽ കണ്ടോ വലിയ അപ്പൊ അത് കാണുക. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും കുറെ ഡൗട്ട്, മറ്റേ നോളന്റെ ഒക്കെ പടങ്ങൾ, ഇൻസെപ്ഷൻ ഒക്കെ കാണുമ്പോൾ കുറെ സംശയങ്ങളുണ്ടോ, അത് തീർക്കാനിരിക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാ ഗ്യാങ്ങിലും അങ്ങനെ ഒറ്റ എന്താ വിദേശ പടങ്ങൾ കാണാത്ത ആളുണ്ട്, പിന്നെ മലയാള സിനിമയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതായിരുന്നു ഷോർട്ട് ഫിലിം കാലഘട്ടം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ പിന്നെ കുറച്ച് പേര് പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഈ കൂട്ടത്തില്. നമ്മള് വേറെ ജോലി ചെയ്യുന്നു, ഇത് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ കുറച്ചുപേര് വളരെ സീരിയസ് ആയിട്ട് ഇതിനെടുത്തിരുന്ന ഇതൊരു ഉപജീവനമാക്കണം എന്ന് തീരുമാനിച്ച ആൾക്കാരൊക്കെ, ഗിരഹരിയൊക്കെ. ഈവൻ ഞാൻ ഗിരീഷൊക്കെ നമുക്ക് ചുളുവിൽ കയറി പറ്റാൻ പറ്റിയാ ഓക്കെ. ഗിരീഷ് വർക്ക് ചെയ്യാണ്. ഗിരീഷിനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഗിരീഷൊന്നും ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്ത് ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റ് ആക്കുന്നൊന്നും എനിക്ക് ആ സമയത്ത് പോലും വിചാരിച്ചിട്ടില്ല. അതെ അതെ അതെ. പക്ഷെ പിന്നെ മനസ്സിലായി ഗിരീഷിന്റെ ടാലന്റ്. ഗിരീഷ് ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോ ഗിരീഷ് അന്ന് ഗിരീഷ് ഷോർട്ട് ഫിലിം ഒന്നും ചെയ്യില്ലായിരുന്നു. അതിലെ ക്യാരക്ടർ ഭയങ്കര രസമുണ്ടായിരുന്നു. അതെ അതെ അതെ. അത് വേറെ മോശം എന്ന് വെച്ചാൽ യശ്പാലിന് മുമ്പ് ഗിരീഷ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന്റെ ക്യാമറ ഞാനായിരുന്നു. അതായത് വേറെ ഒന്നുകൊണ്ടുള്ള ക്യാമറയാണ്, കാരണം എന്റെ ഒരു ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാമറമാൻ. മറ്റേ പ്രേമം ടീമിന്റെ അൽഫോൺസ് പുത്രന്റെ ഒക്കെ കഥ പറഞ്ഞ അതുപോലെയാണ് അതുപോലെയാണ്. ആ പത്മിനിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആ ക്യാരക്ടറിലേക്ക് വിളിക്കുന്നു, നീ വരണം ചെയ്യണം എന്ന് പറയുന്നു, പോയി ചെയ്യുന്നു. എന്താ ഒരു ബ്രീഫ് ഇങ്ങനെയായിരുന്നു. ഇയാള് ഭയങ്കര നന്മയുള്ള ആളാണ്, ഭയങ്കര പാവമാണ്. പക്ഷെ ഉള്ളിൽ അയാൾ അത്ര വെടുപ്പൊന്നുമില്ല. അയാള് അത്ര ഡീസന്റ് അല്ല അയാള് എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ബ്രീഫ്. അതെങ്ങനെ റിലീസായി കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു റെക്കഗ്നൈസേഷൻ? റിലീസായിട്ട് കഴിഞ്ഞപ്പോ നല്ല റെക്കഗ്നേഷൻ കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സിലൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പുറത്തുനിന്ന് തെലുങ്കിൽ നിന്നും ഒക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഭയങ്കര ഞാൻ മാത്രം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. സെന്നാക്ടയുടെ ഒക്കെ സെറ്റ് ഭയങ്കര നല്ല സെറ്റ് ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര ചിരിയും കളിയായിരിക്കും, എന്നാ വർക്ക് നടക്കുന്നുണ്ടാവും. അങ്ങനത്തെ സെറ്റുകളുണ്ടല്ലോ, സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഭയങ്കര അടിപൊളി സെറ്റുകൾ. അതിന് മുമ്പ് സെന്നസാറിന്റെ കൂടെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, തിങ്കളാഴ്ച നിശ്ചയത്തിലെ ക്യാരക്ടറും ഈ പറയുന്ന പോലെ നോട്ടീസബിൾ ആയിരുന്നു, ഭയങ്കര ക്യാരക്ടറായിരുന്നു. ഈ ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലേക്ക് വന്നു, ഇപ്പൊ അത്യാവശ്യ സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇട്ട എഫേർട്ടൊക്കെ വൃത്തിയായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ഒരു ഗ്രാഫ് പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്ത് നേരെ സിനിമയിലേക്ക് പെട്ടെന്നൊരു എൻട്രി അല്ല. ഞാൻ ഏതാണ്ട് ഷോർട്ട് ഫിലിം പോലുള്ള സിനിമകളാണ് ഞാൻ, അതായത് ഈവൻ ലില്ലി അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഈവൻ തണ്ണീർമത്തൻ വിനീത് ശ്രീനിവാസൻ ഉണ്ടെന്ന് വിളിച്ചാൽ അതൊരു ഷോർട്ട് ഫിലിമിന്റെ ഒരു വൈബായിരുന്നു. അതില് പിള്ളേര്, കാര്യങ്ങള്, സംഭവങ്ങള്. അതിന്റെ ഇടയിൽ ഞാനൊരു കമല എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ഒരു പ്രോപ്പർ സിനിമ സെറ്റ്. ഞാൻ ആദ്യമായിട്ട്, മറ്റതൊക്കെ നമ്മുടെ കൂട്ടുകാര് പശോപ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ഗിരീഷും തണ്ണീർമത്തനത്തൊക്കെ തന്നെ നസ്ലിനൊന്നും സ്റ്റാർ ബാക്കി എല്ലാവരും ഫ്രണ്ട്സ്. ഈവൻ ജോമോൻ ചേട്ടനും ഒരു തരത്തിലും ഒരു വലിയ സിനിമാറ്റോഗ്രാഫർ ആണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലല്ല അവിടെ നിന്നിട്ടുള്ളത്. ശരിക്കും ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എൻജോയ് ചെയ്തത്. ചില ദിവസങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ജോമോൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു മൂഡിലൊന്ന് ബാക്കപ്പ് ചെയ്യാം, ഒരു 4 മണിക്കൊക്കെ. അങ്ങനെയൊക്കെയാണ്. അത്രയും വളരെ പ്രൊഡ്യൂസറാണ് പുള്ളി. അങ്ങനെ ഈ വൃത്തിയാണെന്ന് തോന്നിയ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൂപ്പർ ശരണ ചെയ്യുമ്പോ, വൈറ്റ് ഓൾഡോ ചെയ്യുമ്പോൾ, ഈ 2 സിനിമകൾ ചെയ്യുമ്പോഴാണ് എനിക്ക്, അതായത് വേറെ ഒന്നുമില്ല, നമ്മള് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച നിശ്ചയം, അതും ഈ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിന്റെ മൂടുള്ള സിനിമ, ഷൂട്ട് സിനിമയല്ല ഇതിന്റെ ഷൂട്ടിനോട് നമ്മള് തമാശക്കളി, നമ്മൾ തന്നെ എല്ലാ കാര്യവും തിങ്കളാഴ്ച നമ്മൾ തന്നെ വിളമ്പുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു, അങ്ങനത്തെ ഉള്ള അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 2 സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു. അതിനുശേഷം നമ്മൾ വേറൊരു സിനിമയാണ്, ഒരു പ്രോപ്പർ, അത് ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടാണ് ആ സിനിമയെ സമീപിക്കുന്നത്. അതിന്റെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, സൂപ്പർ ശരണ നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മള് കുറച്ചും കൂടി അതൊരു പക്ക സിനിമയുടെ പ്രൊഫഷണൽ സെറ്റിലേക്ക് നമ്മൾ അപ്പൊ നമ്മൾ തോന്നുന്നു നമ്മള് വീണ്ടും ഈ ടീം തന്നെയാണല്ലോ ചെയ്യണത്. അതിന്റെ ഒരു സാധനം. ഈ കമലയിലേക്ക് വരുമ്പോഴേ, കമലയാണ് നേരത്തെ പറഞ്ഞു ഒരു പ്രോപ്പർ സിനിമ സെറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡയറക്ടർ, ഒരു കോ സ്റ്റാർ അജു ചേട്ടനായിരുന്നു.
വ്യത്യസ്തമായ ക്യാരക്ടർ. അപ്പോ അതിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനോ പരിപാടികളോ? ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. എനിക്ക് ഇതുകൊണ്ട് ഓണത്തിനായിരുന്നു കമല ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. കുറെ കൂടി വലിയ ക്യാരക്ടറും ആയിരുന്നു, കുറെ കൂടി വലിയ ക്യാരക്ടറായിരുന്നു, ഭയങ്കര പ്രോമിനന്റ് ക്യാരക്ടറായിരുന്നു, സീരിയസ് സിനിമയാണ്. എനിക്ക് അധികം ആൾക്കാരൊന്നും പരിചയമില്ല. ഞാൻ ജോറീസിനെ കണ്ടിട്ട് എന്ത് പറയും അവിടെ, എങ്ങനെ ഇവരൊക്കെ ഈ നമുക്ക് അങ്ങനെ ഒരു സാധനമല്ലേ, നമ്മൾ തണ്ണീർമത്തെ കണ്ടിട്ടുണ്ടാവും ഇവരൊക്കെ എന്നറിയാം, പക്ഷെ നമ്മളെ തിരിച്ചറിയൂ. ചില ആർട്ടിസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല ആ സമയത്ത്. അപ്പൊ നമ്മള് പരിചയപ്പെട്ട, അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സെറ്റിലേക്ക്. 2 ദിവസം കഴിഞ്ഞപ്പോ അതൊക്കെ മാറി. എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും വളരെ സിനിമ സെറ്റ്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ശരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ജോളിയാണ് സത്യം പറഞ്ഞാൽ. എത്ര വലിയ സംവിധായകനാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു അതിലേക്കൊന്ന് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഫണ്ണാണ് സത്യം. അത് ഭയങ്കര ഈ ആക്ടർ എന്നുള്ളൊരു പരിപാടിയിൽ നിന്ന് റൈറ്ററിലേക്ക് ഇപ്പൊ അള്ളി രാമേന്ദ്രൻ കോ റൈറ്റർ ആണ് അല്ലേ? ഈ ഉള്ളിലൊരു എഴുത്തുകാരൻ ഉണ്ടെന്നുള്ള എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്തത്? എഴുത്തുകാരൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ എഴുത്തുകാരനിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. ഈ ചെറിയ കൗതുകമുള്ള കഥകൾ ഉണ്ടാക്കുമായിരുന്നു, എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കുമായിരുന്നു. ചിലത് ഭയങ്കര കൗതുകം നമുക്ക് ഫീൽ ചെയ്യുന്ന, ഭയങ്കര പെട്ടെന്ന് വെറൈറ്റി എന്നൊക്കെ വിളിക്കാവുന്ന കഥകൾ തോന്നുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്കത് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും എന്നൊക്കെയുള്ള സംശയമായിരുന്നു. അള്ളി രാമേന്ദ്രനിലേക്ക് എങ്ങനെയാ തുടക്കം മുതലേ ഉണ്ടായിരുന്നു? അള്ളി രാമേന്ദ്രൻ ശരിക്കും ഞാനത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അള്ളി രാമേന്ദ്രൻ. പിന്നീടാണ് ഗിരീഷും ചാക്യാരും അതിലേക്ക് എൻട്രി ആവുന്നത്. ഈ പറഞ്ഞ പോലെ സിനിമയുടേതായിട്ടുള്ള ഒരു വലിപ്പം വന്നപ്പോ എനിക്ക് അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വന്നിരുന്നു. എക്സ്പീരിയൻസും ഇല്ലല്ലോ, തുടക്കമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ അതിന്റെ ഒരു അപ്ഡേറ്റ്? ആക്ച്വലി വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു, പക്ഷെ അത് പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ടെക്നിക്കൽ സാങ്കേതിക കാരണങ്ങളാണ് ഇപ്പൊ ഇത് റിലീസ് വൈകുന്നത്. ഓഗസ്റ്റിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അതിന്റെ കൺഫേം ആയിട്ടില്ല. അതൊന്നും കൂടി ഒന്ന് നീങ്ങി ഉടനെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കഴിഞ്ഞാണ് അതിന്റെ. ഈ കാതലൻ എന്ത് കൈൻഡ് ഓഫ് ഒരു ജോണർ പരിപാടിയാണ്? കാതലൻ ഒരു സൈബർ ത്രില്ലറാണ്, ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള സൈബർ ത്രില്ലർ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇതുവരെ മലയാള സിനിമ അധികം, ഇന്ത്യൻ സിനിമ തന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ കുറച്ചുകൂടി ഈ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ട്രെയിലറൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് എങ്ങനത്തെ ഒരു സിനിമയാണെന്ന് ഏതാണ്ട് മനസ്സിലാവും. ഈ ത്രില്ലറാണ്, ഒരു ലൈറ്റ് ത്രില്ലറാണ്, അല്ലാണ്ട് ഭയങ്കര ബ്ലഡി ത്രില്ലർ ഒന്നുമില്ല. തമാശ, ചെറിയ ഹ്യൂമറിൽ കൂടെ പോകുന്ന, എന്നാൽ ത്രില്ലർ, അത്യാവശ്യം ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള ഒരുപാടായിരിക്കും. ആദ്യം ഗിരീഷനോട് എന്താ കാതലന്റെ കഥയാണോ പറയുന്നത്, അല്ല സ്ക്രിപ്റ്റ്? കാതലന്റെ ഒരു ഡെവലപ്മെന്റ്, അതിന്റെ ബേസിക്, അതിന്റെ ഒരു ചെറിയൊരു ത്രെഡ് മുതലേ ഗിരീഷിന് അറിയാം. ത്രെഡ് എന്ന് വെച്ചാൽ ത്രെഡ് ഞാൻ ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഗിരീഷിന് അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ ഒരു ഒന്നും ഡെവലപ്പ് ആയതിനു ശേഷം ഗിരീഷിന് അറിയാം. ഞാൻ കാതലൻ എന്നുള്ള പേര് ഞാനിതുപോലെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോ അന്ന് ഗിരീഷിന് പ്ലാൻ ഒന്നും ഇല്ല അത് ചെയ്യാനായിട്ട്. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് ആൾക്ക് കൊടുക്കാനൊന്നുമില്ല, നമ്മൾ വെറുതെ അതിന്റെ ഒരു കിക്കില് വർക്ക് ചെയ്യുന്നു. ആദ്യം അങ്ങനെയാണ്. ചില സബ്ജക്ട് നമുക്ക് ഉറക്കം അങ്ങനെയാണല്ലോ അതിന്റെ ഒരു സംഭവം. അപ്പൊ അത് ഈ കമ്മിറ്റ് ചെയ്തിട്ട് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണല്ലോ. അപ്പൊ അത് എഴുത്ത് നടക്കുമായിരുന്നു, എഴുതിക്കൊണ്ടിരിക്കുകയല്ല, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ. അപ്പൊ ഈ കാതലൻ എന്നുള്ള പേര് ഞാൻ വരുമ്പോ ആദ്യം ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയി. എന്തുകൊണ്ടോ ഈ പേര് ഇങ്ങനെ ഒരു പേര് ഭയങ്കര സബ്ജക്ട് തമ്മിൽ. അപ്പൊ ഞാൻ ഗിരീഷിനെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഗിരീഷ് അത് കൊള്ളാളോ, അടിപൊളി, അങ്ങനെ സ്ഥിരമായിട്ട് ഗിരീഷോട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഡെവലപ്മെന്റിൽ ഞാൻ ഗിരീഷോട്ട് ഡിസ്കസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. പിന്നീട് അത് വേറൊരു ഡയറക്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഗിരീഷിന് വേറെ കുറച്ച് തിരക്കുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും അത് ഗിരീഷിലേക്ക് തന്നെ വരികയായിരുന്നു. ഈ റൈറ്റേഴ്സിന് വേണ്ടത്ര റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെ വേണ്ടത്ര രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റെക്കഗ്നേഷൻ കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പണ്ട് മുതലേ ഈ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ലോഹിദാസും ശ്രീനിവാസനൊക്കെ തന്നെ, രഘുനാഥ് പലേരിനെ പോലും എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് അറിയില്ല. സത്യം. ദേവദൂതൻ കഴിഞ്ഞ ദിവസം ഒരാള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ദേവദൂതൻ വേറൊരാളുടെ പലേരി സാറിന്റെ മുന്നിലിരുന്ന് തൊട്ടടുത്തിരുന്ന് കണ്ടിട്ട് ആളെ റെക്കഗ്നൈസ് ചെയ്യാതെ പോയ പരിപാടികളൊക്കെ. ലെജൻഡറി. മേലെപ്പറമ്പിൽ അൺവിടുമോ ആനപ്രസവിച്ചത് ഒരാളാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. അതിലാണ് കാര്യം. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ റെക്കഗ്നൈസേഷൻ? യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മള് അംഗീകരിച്ചങ്ങ് മുന്നോട്ട് പോകാന്നുള്ള നടക്കണം. പക്ഷെ എനിക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും
നോട്ടീസ് ചെയ്യും. ഈ കാലഘട്ടത്തിൽ കുറച്ച് പിന്നെ മാത്രമല്ല ഇപ്പൊ ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നാലും ഞാൻ ഒരു പോസ്റ്റ് കണ്ടു 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ, ഇതുപോലെ ഏതോ 2 പടങ്ങൾ ഇട്ടിട്ട് ഇതിൽ ആർട്ടിസ്റ്റിന്റെ റൈറ്ററുടെ പേര് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നു. അത് മീഡിയാസ് ഒന്നുകൂടി വലുതായതിന്റെ കിട്ടുന്നുണ്ട്. ഈ ഇപ്പൊ ബാക്ക് ടു നമ്മൾ ആക്ടിങ് വന്നു കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതാണ് ഇപ്പൊ പൂവന്റെ ക്യാരക്ടർ, ബെന്നി ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഓൺ സ്ക്രീൻ റൊമാൻസ് ചെയ്യാൻ എങ്ങനെയാണ്? പൂവനൊക്കെ നമ്മൾ കടന്നുകൂടി, അത് കഴിഞ്ഞ് കുറച്ച് അത് നാഷണൽ അവാർഡൊക്കെ ഭയങ്കര കൂളായിരുന്നു. പക്ഷെ നമുക്ക് ആ തുടക്കത്തിലൊരു സാധനം ഒന്ന് കടന്നു കിട്ടാൻ കുറച്ച് ഒരു ഐസ് ബ്രേക്കിംഗ് ഒരു പണിയാണത്. എന്ത് ആക്ട് ചെയ്യാൻ എളുപ്പം, കുറെ കൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പം തമാശയാണെന്ന് തോന്നുന്നു. തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ട് ചെയ്യാൻ കുറച്ച് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന തമാശ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഇയാൾ തമാശയാണ് കാണിക്കുന്നതെന്ന് ഇയാൾ അറിയരുത്, ക്യാരക്ടർ അറിയരുത്. സീരിയസ് സിറ്റുവേഷൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നല്ല നിലവുള്ള അല്ല, ഇപ്പൊ സൂപ്പർ ശരണ്യയില് ഇയാള് പോയിട്ട് ഇങ്ങനെ പറയുന്നില്ലേ, അതായത് ഇനി നിന്റെ അമ്മയുടെ ഒപ്പം ഇരുന്ന് സീരിയൽ കാണാൻ ഈ അഭിലാഷ് കുമാറിനെ അയാള് ചങ്ക് തകർന്നിട്ടാണ് പറയുന്നത്. അയാൾക്കറിഞ്ഞൂടെ അത് തമാശയാണ്, അത് ഓഡിയൻസിനെ അറിയുള്ളൂ. ഈവൻ അയാള് ചാടി മുണ്ടെടുത്തിട്ടാണ് പോകുന്നത്, അതുപോലും പുള്ളി ഫ്ലോയിലങ്ങ് ചെയ്യുന്ന, അല്ലാതെ അയാൾക്കതറിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ജഗതി ചേട്ടനൊക്കെ അങ്ങനെയല്ലേ, പുള്ളി ആ ക്യാരക്ടർ അതിനെ തമാശയായിട്ടാണ് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധനം ചെയ്യാൻ. മിക്കവാറും അതൊക്കെ ചെയ്യുമ്പോ എന്റെ 1-2 എനിക്ക് തെറിയായിട്ടുള്ള 1-2 അങ്ങനത്തെ തമാശയാണ്. അല്ല, എനിക്ക് സജിൻ ബ്രോയ്ക്ക് കിട്ടിയ റെസ്പോൺസ് എന്താ പറയുക, നല്ല നിലവുള്ള രാത്രിയിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ സിനിമ ഒരു സീരിയസ് സിനിമ, പക്ഷെ അതിലൊരു റിലാക്സേഷൻ പോയിട്ട് നിങ്ങളായിരുന്നു, നിങ്ങളുടെ കഥാപാത്രമായിരുന്നു. അതിന്റെ ഒരു ആൾക്കൊക്കെ അതിലെ പോലും ചില സീനുകളുണ്ട് ഇയാള്, അത് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വരാറുള്ള കുറച്ച് സീനുകളുണ്ട്. ഇപ്പൊ അതിൽ അയാള് നുണ പറയാണ് ഒരു സാധനം, നീ എന്താണ് എപ്പോഴും നുണ പറയും. അപ്പൊ അയാള് ഭയങ്കര സീരിയസ് ആണ് ആക്ച്വലി. അങ്ങനത്തെ പരിപാടികളാണ് എപ്പോഴും എനിക്ക് പുതിയ കാലഘട്ടത്തിൽ തമാശയൊക്കെ. ഈവൻ പ്രേമലു എടുത്ത് നോക്കി, പ്രേമലും അങ്ങനെയല്ലേ, അവര് വളരെ സീരിയസ് ആയിട്ടാണ് സ്റ്റോക്കിങ് എന്താന്ന് അറിയുകയും ചെയ്യാം, അതിന് പൈസ ഇട്ടിട്ട് പോയിട്ടുണ്ട് എന്ന് പറയണത് ഇവര്. അല്ലാണ്ട് ഇവര് തമാശ നല്ലത്, അവനാ സീരിയസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റാണ് എന്നുള്ളതാണല്ലോ അതിന് തമാശ. അങ്ങനത്തെ പരിപാടികൾ വർക്കാവാൻ തോന്നി. അങ്ങനത്തെ പരിപാടികൾ വർക്കാവുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ചെയ്യാനായിട്ട്. അയാള് സീരിയസ് ആവാന്നുള്ളത് അത് ഭയങ്കര രസമാണ് പരിപാടി. ഈ അടുത്ത പരിപാടികൾ, എഴുത്ത് പരിപാടികളൊക്കെ അടുത്തൊരു വലിയൊരു പരിപാടിയാണ് ഇപ്പൊ ഞാൻ മനസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അത് നടക്കുകയാണെങ്കിൽ വലിയ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയും കൂടി ആയിരിക്കും. സോ നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് S27 ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമ, ഒറ്റയ്ക്കാവാം ഫാമിലി ആയിട്ടാവാം, ഓർമ്മയിലുള്ള അതിന്റെ ഒരു ഓർമ്മ. എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ എനിക്ക് ഹിലുക്കൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ട ചെറിയ നേരിയ ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളത് മണിച്ചിത്രത്താഴ്. മനസ്സിലായി, ഞാൻ 3-2 ആണ്. അന്ന് രാത്രി പേടിച്ച് ഞാൻ കരഞ്ഞ് വീട്ടിലെ അച്ഛൻ ഒഴിഞ്ഞൊക്കെ ഇടേണ്ടി വന്നു. അതൊരു വലിയ ഓർമ്മ. ഭയങ്കരമായിട്ട് വിറച്ചു ഞാൻ. ശോഭനയുടെ ആ ഒരു 3 വയസ്സിൽ കാണാൻ പറ്റിയ പടമാണ്. പിന്നിപ്പോ പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ ഏതാന്ന് ചോദിച്ചാൽ മണിച്ചിത്രത്താഴാണ്. റീമാസ്റ്റർ ചെയ്ത വേർഷൻ കണ്ടു. ആദ്യത്തെ സിനിമ ലൊക്കേഷൻ കണ്ടിട്ടുള്ള ആദ്യത്തെ സിനിമ ലൊക്കേഷൻ ഏതാണ്? ഏത് സിനിമയാണ്? അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? തുരമ്പുത്തരും നേർച്ച ആണോ? ഷൂട്ട് കാണാൻ പോയി. ജസ്റ്റ് ഇങ്ങനെ കണ്ടു വന്ന് എനിക്കിവിടെ ജഗദീഷ് ചേട്ടനൊക്കെ കണ്ടിരുന്നു. ആദ്യം കണ്ട് അടുത്ത് സംസാരിച്ച ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആരാ? സിനിമയിൽ വിനീത് ശ്രീനിവാസനൊക്കെ ആയിരിക്കും മറ്റേ തണ്ണീർമത്തൻ സമയത്ത്. എന്റെ ഓർമ്മയിൽ അതായിരിക്കും. അതിന് മുമ്പ് അങ്ങനെ ആ സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഒരു അപ്രിസിയേഷൻ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ടോ അല്ലെങ്കിൽ? അത് എനിക്ക് തോന്നുന്നു സൂപ്പർ ശരണ്യാണ്. അതായത് സൂപ്പർ ശരണ്യ എന്ന് പറയുമ്പോൾ താരതമ്യേന സ്ക്രീൻ സ്പേസ് വളരെ കുറഞ്ഞ റോളായിരുന്നു അതിന്. പക്ഷെ അത് ആൾക്കാർ ഇപ്പോഴും പറയുന്നു. ആൾക്കാർ ഒരുപാട് പേര് അത് കണ്ടിട്ട് എന്റെ ഫോട്ടോ ഇട്ടിട്ട് സൂപ്പർ ശരണ്യ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്ത അളീനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതിന് വളരെ ചെറിയൊരു കഥാപാത്രം, സ്ക്രീൻ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് ആൾക്കാര് എടുത്തു പറയുമ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു അജു ചേട്ടനെ കണ്ടപ്പോ പുള്ളി എന്റെ അടുത്ത് സൂപ്പർ ശരണ്യ അടിപൊളിയായിരുന്നു എന്ന്. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമാണ്. ഒരു ഇപ്പോ പത്മിനി പോലുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ട് നമുക്ക് അപ്രീസിയേഷൻ നമ്മൾ ഉറപ്പായിട്ടും നമ്മള്
അത് ഒരു വലിയൊരു കഥാപാത്രമാണ്, സിനിമയിൽ ഭയങ്കര പ്രോമിനന്റ് ആണ്. മറ്റേത് അളിയൻ അവിടെ ഇല്ലെങ്കിലും പ്രത്യേകിച്ച് സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. സോ നമ്മുടെ സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഈ സ്ലാങ് പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും പറയാറുണ്ട്. സ്ലാങ് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ സ്ലാങ് മാറ്റണമെങ്കിൽ ഡപ്പിംഗ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്ലാങ് മാറ്റണമെങ്കിൽ. പക്ഷെ ഒന്ന് നമ്മുടെ ക്യൂട്ട്നെസ്സും നമ്മളാ ഈ കോൺഫിഡൻസും കയ്യിലുണ്ടാവില്ല. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാല് അതിന് പറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ സ്ലാങ് മാറ്റാൻ പാടുള്ളൂ. എനിക്ക് ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ, അതില് മമ്മൂക്കയുടെ ഒപ്പം എനിക്ക് ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പൊ നമ്മൾ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കാൻ നിൽക്കുന്ന നേരത്ത് നമ്മൾ ഇതിലത് സ്ലാങ് മാറ്റി വെറുതെ എന്തിനാണ്, അത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സീൻ മെമ്മറബിൾ ആക്കാന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പരീക്ഷണത്തിന് പോയാൽ അതെ, അവിടെ നമ്മൾ പരീക്ഷണത്തിന് പോയാൽ അത് ബാക്ക് ഫെയർ, അത് നോർമൽ സീനായി മാറി. ഇന്നും ആൾക്കാർ എന്റെ അടുത്ത് കണ്ണൂർ സ്ക്വാഡില പറയുമ്പോ ഒരു ഒറ്റ സീൻ. ഞാൻ അടുത്ത ചോദ്യം അതാണ് ആക്ച്വലി. ഇപ്പൊ മമ്മൂക്കന്റെ കൂടെ അഭിനയിച്ചു, വെറുതെ അഭിനയിക്കല്ല, ആ സീനിലെ ആ ഡയലോഗ്, ഇപ്പൊ വിളച്ചിലെടുക്കല്ലേ എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ഹിറ്റായി. മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? ഇതിൽ വേറൊരു സംഭവം ഉണ്ടായത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ആ സീൻ ഇങ്ങനെയായിരുന്നു. ഞാനിങ്ങനെ ഞാനവിടുന്ന് പോകുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. നമുക്ക് വിളച്ചിലെടുക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചമ്മിട്ട് ഞാൻ അവിടുന്ന് ഔട്ടാവുന്നു സീൻ. അപ്പൊ ഞാന് മമ്മൂക്കയുടെ അടുത്ത് എനിക്ക് മമ്മൂക്കയുടെ അടുത്ത് ഫോട്ടോ എടുക്കണം എന്ന് ഞാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മമ്മൂക്കയായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇതെനിക്ക് ചോദിക്കാൻ വരുന്നില്ല, കാരണം അവിടെ ചുറ്റും ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഇത് ചോദിക്കാനങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പോയി, സീൻ കഴിഞ്ഞ് പുള്ളി പോയിട്ട് റോണി ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല മമ്മൂക്കയുടെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ പറഞ്ഞു, എടാ നീ മമ്മൂക്കയുടെ അഭിനയിച്ചു, ഈ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു പുള്ളി. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങനെ വരിക, പെട്ടെന്ന് മുന്നിൽ മമ്മൂക്ക. പുള്ളി കാരവാനിൽ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരവാനിൽ പോയിരുന്നു പുള്ളി. അവിടെ ഡയറക്ടറോട് ചോദിക്കണം, ആ സീൻ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് അപ്പൊ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതെ, ഒരു സാധനം കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക എന്നെ എടുത്ത് വന്ന് പുള്ളി മമ്മൂക്ക ഡയറക്ട് ചെയ്തു. അതായത് ഈ സാധനം വന്നിട്ട് വിളച്ചിലെടുക്കല്ലേ എന്ന് പറയുമ്പോ ഞാൻ കരഞ്ഞോണ്ടാണല്ലോ പറയുന്നത്. അപ്പൊ ശരി സർ എന്ന് പറയണം എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ നിൽക്കാം, പുള്ളി സജഷൻ നിന്നു. മാത്രമല്ല അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ ശരി സർ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കും, ഞാൻ ക്യാമറയിലേക്ക് ലുക്ക് പോയി. പുള്ളി എന്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് എന്റെ ക്യാമറയിലേക്ക് നോക്കിയത് ഞാനാണെങ്കിൽ പിടുത്തമുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ ഞാൻ പക്ഷെ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാമറയിലേക്ക് നോക്കി പുള്ളി ഒന്നുകൂടിയും പോവാം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടിയും പോകുന്നു, വീണ്ടും പോകുന്നു, പുള്ളി തിരിച്ച് കയ്യിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അത് ഭയങ്കര അതൊരു കിട്ടില്ല വരികയാണ്. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, ചാക്കോച്ചന്റെ കൂടെ അഭിനയിച്ചു, പിന്നെ സ്വന്തം ടീമിൽ സിനിമ ചെയ്തു. ഒരു ആക്ടർ എന്ന രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയ എന്താന്നുള്ള ഒരു സെൽഫ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. സ്ലാങ് ഇംപ്രൂവ് ചെയ്യില്ല, എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാം പുതിയൊരു ക്യാരക്ടറിലേക്ക് അതിലെ മാറി. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉള്ള കോൺഫിഡൻസും പോയത്. കാരണം അത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. അത് അവിടെ വെക്കും എന്നുള്ളത് മാത്രമല്ല, അതിനെ ഒന്ന് തിയററ്റിക്കലി ഞാനൊന്ന് സമീപിച്ചു നോക്കിയിരുന്നു. അത് ഞാനിപ്പോ അത് പറയണമെങ്കിൽ 2 മണിക്കൂർ വേറെ വേണം. അതായത് അത് അത്രയും വലിയൊരു പ്രോസസ്സാണ് ആക്ച്വലി ആക്ടിങ് എന്നുള്ളത്. നമ്മളതിനെ വളരെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഈ ആക്ടർ ആവാനൊക്കെ വന്നിട്ടാണ്, റൈറ്ററൊക്കെയാണ് നമ്മളെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നത്. ആക്ടർ നമ്മൾ സുഹൃത്തുക്കളുടെ അതിൽ ഇത് ചെയ്യുന്നു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് എങ്ങനെയാണ് ഒരു അഭിനയത്തിനെ സമീപിക്കുന്നത് എന്നൊന്ന് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ അത് ഉറപ്പായിട്ടും അതിലേക്കുള്ള ഒരു യാത്രയാണ്. അതെ, ഹോംവർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ 100%. ഇപ്പം ഓണ സമയമാണ്, കുട്ടിക്കാലത്തെ ഓണ ഓർമ്മകൾ, ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ? ഇത്തരത്തെ ഓണം ഫാമിലിയുടെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ദൂരദർശനായിരുന്നല്ലോ നമ്മുടെ. അന്നാണ് നമ്മളുടെ ഓണത്തിന് കുറെ പരിപാടികളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ടാവും. സിനിമ മാത്രമല്ല, കുറെ ഈ ദൂരദർശന്റെ കുറെ ടെലിഫിലിംസ്, ഓണം ബേസ്ഡ് ടെലിഫിലിംസ് ഉണ്ടാവും. എനിക്കൂടെ കാലത്ത് തൊട്ടേ പരിപാടികളുണ്ടാവും. അന്ന് ആദ്യകാലത്ത് ഉച്ചയ്ക്കൊക്കെ വൈകിട്ടല്ലേ ദൂരദർശന്റെ 4 മണി തൊട്ടൊക്കെ അല്ലേ, ഞായറാഴ്ച 4 മണിക്ക് സിനിമ അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യും. ഇതാവുമ്പോ ഓണത്തിന് കാലത്ത് തൊട്ടേ പരിപാടികൾ. ഈ അത് പിന്നെ ചാനൽ വരുമ്പോഴും ഓണം വരുമ്പോ എപ്പോഴും അവര് സ്പെഷ്യൽ പരിപാടികൾ ഉണ്ടാവും, ഇന്റർവ്യൂസ് ഉണ്ടാവും. ടിവിയുടെ മുന്നിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര, എനിക്ക് ഭയങ്കര ഈവൻ
ഇതിന് മറ്റേ ന്യൂ ഇയറിന് പോലും എനിക്ക് എന്റെ വീട്ടില് ഈ അവിടെ പള്ളി പെരുന്നാളുണ്ടാവും. അപ്പൊ ഞാൻ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പെരുന്നാൾ പോകുമ്പോ അപ്പുറത്തെ വീട്ടിലൊക്കെ പടക്കം പൊട്ടിക്കും. ഈ സാധനം എനിക്ക് കേൾക്കാൻ പറ്റില്ല ടി വി എന്നുള്ളത്. ഭയങ്കര ദേഷ്യമായിരുന്നു. അതായത് ഇപ്പോഴും നമുക്ക് ആ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ സിനിമയോടും ഇതുപോലുള്ള വിഷ്വൽ മീഡിയയോടുള്ള ഒരു അഡിക്ഷൻ. ഓണത്തിന്റെ ഓർമ്മ എനിക്ക് എപ്പോഴും ഓണത്തിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ പണ്ട് ദൂരദർശനിൽ ലാലേട്ടന്റെ ഒരു പൂക്കച്ച മഞ്ഞക്കച്ച എന്ന് പറയുന്ന ഒരു പാട്ട് വരുന്നു. ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ യൂട്യൂബിലുണ്ട്. അതാണ് എനിക്ക് ഓണം. എപ്പോഴും എല്ലാ ഓണത്തിനും വരുന്നു ആദ്യ സമയത്ത് ദൂരദർശനിൽ. അപ്പൊ എനിക്ക് എപ്പോഴും ഇപ്പോഴും ഓണം എന്ന് പറയുമ്പോ എനിക്ക് ആ പാട്ട് ഓർമ്മ. ഇപ്പൊ ഓർമ്മല്ല, ഇപ്പൊ എല്ലാ ദിവസവും ആഘോഷമാണ്. നമ്മള് എല്ലാ ദിവസവും ആഘോഷമാണ്. കണ്ടന്റുകളുടെ പെരുമഴയാണ് അല്ലെ. ഓണത്തിന് വേണ്ടിട്ട് നമ്മളൊരു സാധനം കാണാനോ ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഏത് സമയത്തും അതിനുള്ള സാധ്യതയുള്ള. ഇത്തവണ ഫാമിലി ആയിട്ടാണ്. എന്റെ ഫാമിലി ഉണ്ട്, വൈഫിന്റെ പാരന്റ്സ് ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഓണം ആഘോഷിക്കാനുള്ള തീരുമാനം. ഓക്കെ, എന്താണ് അടുത്ത പരിപാടികൾ, സിനിമ പരിപാടികൾ? ബാഡ് ബോയ്സ് നാളെ. പിന്നെ ശേഷം ED എന്ന് പറയുന്ന ഒരു പടമുണ്ട്, സുരാജ് ചേട്ടന്റെ ആമിറിന്റെ പടം. അതെ, ആമിറിന്റെ പടം. പിന്നെ ആയാം കാതലിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത് തന്നെ. പിന്നെയും കുറച്ച് പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, പലതും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ അതും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ബോറടിയിലെ നമുക്കൊരു സെഗ്മെന്റ് കൂടി ഉണ്ട്, S27 ആൻഡ് ദ ഫാൻ ഓഫ്. ഫാൻ ആയിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ലാലേട്ടൻ. ചെറുപ്പം മുതലേ നമുക്ക് മോഹൻലാൽ സിനിമകളോടുള്ള ഒരു കൊതി ഉണ്ടല്ലോ. അത് ഭയങ്കര. ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ ഏതാ? ഒരുപാടുണ്ട്. നമുക്കിനി ഈ ചൈൽഡ്ഹുഡായിട്ടുള്ള ഓർമ്മകളാണല്ലോ വിന്റേജ് ലാലേട്ടൻ. ഇവിടെ 6-ാം നമ്പൂരാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ടതൊക്കെ ഭയങ്കര. എനിക്ക് തോന്നുന്നു ഞാൻ അതുപോലെ കാക്കക്കുയിലൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കോമ്പിനേഷൻ ലാലേട്ടനാണ്. ഫാൻ ഓഫ് ഒരു ആക്ട്രസിന്റെ ഫാൻ ആണെങ്കിൽ അവരെ ഇതില് പറയില്ലേ, തലയുടെ അച്ഛന്റെ ഫാനായിരുന്നു. കുറച്ച് സ്നേഹം തലയിലേക്കും പോയി എന്ന് പറയുന്ന പോലെ കുറച്ച് സ്നേഹം മഞ്ജു വാര്യർക്കും പോയിരുന്നു ആ സമയത്ത്. നമ്പുരാനൊക്കെ ഉള്ള സമയത്ത് ആ ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് മാത്രമല്ല പുള്ളിക്കാരി പോലെ ഭയങ്കര ആക്ട്രസ് ആണല്ലോ പുള്ളിക്കാരി. ഭയങ്കര രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. പറ്റില്ല. ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ്, ആക്ടർ ആവാം, ആക്ട്രസ് ആവാം, സംവിധായകനാവാം, അതാരാണ്? ഒരുപാട് പേരുണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും. ഇപ്പോൾ പ്രിയദർശൻ, മോഹൻലാൽ, ഈ നേരത്തെ പറഞ്ഞ രഘുനാഥ് പലേരി. എനിക്ക് പുള്ളിക്കാരന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ ഭയങ്കര ഫേസ്ബുക്കിൽ അതേ ഫീല് ഇപ്പോഴും നമുക്ക് പുള്ളിയുടെ പോസ്റ്റുകളിലൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ ഏതാണ്? കർണൻ എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ അങ്ങനെ ഇങ്ങനെയാ നമുക്ക്. പിന്നെ കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യണമെന്ന് അതെനിക്ക് പറ്റുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത്. അതെ. എനിക്ക് ഈ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്ക് അത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അത് മലയാള സിനിമയിലെ സംവിധായകർ കേൾക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഉണ്ടോ ആരാധന തോന്നിയിട്ടില്ല? ശരിക്കത് ആരാധന തോന്നേണ്ട ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ഈ നമ്പർ 20 മദ്രാസ് ടോണി കുരിശിങ്കലുണ്ടല്ലോ, ചാടി ചാടി പുള്ളിയുടെ ലൈഫ് ഉണ്ടല്ലോ, എന്ത് കൂളാണ്. നടിക്കുക ഭയങ്കര അടിപൊളിയായിട്ട് കുറിച്ചും ഒരു ടെൻഷനും ഇല്ല. ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാനാണോ ഇഷ്ടം? ലൈക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അത്രയും റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കണം, ഒന്നിനെ കുറിച്ച് ടെൻഷൻ ഇല്ലാതെ അല്ലേ. അത് ഭയങ്കര. അപ്പൊ നമുക്ക് സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് എല്ലാവിധ എന്താ പറയാ സന്തോഷവും പങ്കിടുകയാണ്. അപ്പോൾ സൈൻചേട്ടന് ഞങ്ങളുടെ S27 വക എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്. എല്ലാവർക്കും ഓണാഘോഷം ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.